ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ പാക്കിംഗ് ഡേ ആണ്. മൊത്തത്തിൽ പാക്ക് ചെയ്ത് വെക്കുന്നതും പിന്നെ ലാസ്റ്റ് ഡേ മാറ്റി വെച്ച കുറച്ച് പണികളെല്ലാം ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളെ ഈദ് ഡ്രസ്സില്ലേ അത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ ഈദ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇല്ലേ ലാസ്റ്റ് എൻ്റെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഒരാഴ്ച 2 ആഴ്ച ആയിട്ട് ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങൽ കുറവാണ്. ഫുഡ് ഉണ്ടാക്കേണ്ടതെല്ലാം കാര്യം പോകുമ്പോഴത്തേക്കെല്ലാം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറച്ച് നട്ട്സും സീഡ്സ് എല്ലാം ബാക്കി ഉണ്ടായിരുന്നു. അന്നേരം അത് വെച്ചിട്ട് നമ്മൾ മറ്റേ ബയോട്ടിൻ ലഡു ഇല്ലേ അതുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. പക്ഷേങ്കിൽ ഇതിൽ കാണിക്കുന്ന മെഷർമെൻറ്റ്സ് ഒന്നും കറക്റ്റ് അല്ലേ. ഞാൻ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് സീഡ്സ് ഇട്ടാണ്. സൺഫ്ലവർ സീഡെല്ലാം കുറച്ച് അധികം ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് കുറഞ്ഞാലും കൂടിപ്പോയാലൊന്നും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ബദാമെല്ലാം ഉള്ളത് മൊത്തത്തിലെടുത്തിന് അങ്ങനെ. പിന്നെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളെല്ലാം ഉണ്ട്, അതൊന്നും മൊത്തത്തിലിടുന്നില്ല. എന്നാലും ഏകദേശം അളവ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ ബയോട്ടിൻ ലഡു ഷമീസ് ഒന്ന് സെർച്ച് ചെയ്താൽ ഞാനൊരു മുന്നത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിന്, അതിൽ കിട്ടും. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് നോക്കി ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി വന്ന ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ഒരു ഐറ്റം മിസ്സിങ് വന്നേ, എള്ളില്ലേ. എള്ള് ഞാനിതിൽ ഇട്ടിട്ടില്ല. എള്ള് മെയിനായിട്ട് വേണം, പക്ഷെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ബാക്കി സീഡ്സ് എല്ലാം ഇട്ടാണ്. പിന്നെ അതൊന്ന് വറുത്തിട്ട് ഞാൻ മാറ്റി വെച്ച്. പിന്നെ ഈത്തപ്പഴം ഇത് കുഴക്കാൻ വേണ്ടിയിട്ട്, ഈത്തപ്പഴം നല്ല ഹാർഡാണ്, അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഇന്നുവിനോടും ആലുവിനോടും അവരെ സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കാൻ പറഞ്ഞതിന്. ബാക്കി എല്ലാ ഏരിയ ഉണ്ട് കഴിഞ്ഞ്. ഞാൻ ലാസ്റ്റ് വ്ളോഗിലെല്ലാം കുറച്ച് ഏരിയാസ് ചെയ്യുന്ന കാണിച്ചിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കഴിഞ്ഞ്. പള്ളിൻ്റെ പിക്ചറൊന്നും ഇനി വേണ്ടപ്പാ. ആ രസമുണ്ട്, എല്ലാം രസമുള്ള പിക്ചർ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം വെച്ചിട്ട് എന്തിനാ ഇത്? അതാ നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സാണ്. പക്ഷെങ്കിൽ അതിൽ ചാടിന് പുതിയ വരക്കാം നമുക്ക്. ഞാൻ രണ്ടാളോടും വേണ്ടാത്ത മൊത്തം കളയാൻ പറഞ്ഞു തന്നെ. പക്ഷെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്കിൽ വേണ്ടാത്ത ഒന്നുമില്ല. ചെറിയൊരു വേസ്റ്റ് പേപ്പർ വരെ ഇവർക്ക് വേണ്ടുന്നതാണ്. രണ്ടാൾക്കും ഒന്നും കളയാൻ മനസ്സില്ലേ. പിന്നെ ഇതിനിപ്പോൾ ഞാൻ വന്ന് കളഞ്ഞാലേ മൊത്തത്തിൽ ക്ലീൻ ആവും. അല്ലെങ്കിൽ ഇവരെല്ലാം അടുത്ത് തന്നെ എടുത്ത് വെക്കും. ഇവർ വരച്ച പിക്ചറും ചെയ്ത വർക്കും എല്ലാം അങ്ങനെ തന്നെ വെക്കും. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നല്ല, ഞാൻ നല്ലോണം അടിയാക്കിയിട്ട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയേ. അല്ലെങ്കിൽ ഇവരൊന്നും ചാടണ്ടെന്ന് പറയാം. ഒന്നും കളയണ്ട, എല്ലാം എടുത്ത് തന്നെ വെച്ചോ. അത് വേണ്ട. ടു ഡംപ്ലിങ്സ് ആ പാത്രം കീപ്പ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഞാനിങ്ങനെ നമുക്ക് ഓർത്ത് വെക്കണം എന്നുള്ള അല്ലെങ്കിൽ എടുത്ത് വെക്കണം എന്നുള്ള 1-2 സാധനങ്ങൾ മാത്രം എടുത്ത് വെച്ചിന്. ആലുവിൻ്റെ KG ഫസ്റ്റ് ബുക്ക് ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചിന്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്നുവിൻ്റെ ഡ്രോയിങ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ബാക്കി മൊത്തം ഞാൻ കളയാൻ പറഞ്ഞ്. അങ്ങനെ ഇതാ മൊത്തത്തിൽ കളഞ്ഞിന്. ഇനിയിപ്പോൾ ഒരു സൈഡിൽ ഓപ്പൺ ഷെൽഫും ഒരു സൈഡിൽ ഡോറുള്ളതുമാണ്. അപ്പോൾ ഡോറ് ഇല്ലാത്തടത്ത് ഒന്നും വെക്കുന്നില്ല, അന്നേരം നല്ലോണം പൊടി പിടിക്കുമല്ലോ. ഇവർക്ക് വേണ്ടുന്ന സാധനമെല്ലാം ആ ഡോറുള്ള സൈഡിൽ മൊത്തം 3-4 ഷെൽഫുണ്ട്, അതിലേക്ക് മാറ്റിയിട്ട് ഡോറില്ലാത്ത സൈഡ് മൊത്തം കാലിയാക്കി വെക്കാൻ ഞാൻ പറഞ്ഞതാ. അങ്ങനെ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേസ്റ്റെല്ലാം എടുത്ത് കളയണം. പിന്നെ ഞാനിതാ ഇതില്ലേ എന്താ പറയുക, ഈ ബയോട്ടിൻ ലഡുവിന് വേണ്ടുന്ന നട്ട്സ് പൊടിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഞാൻ ആക്കുന്നതെന്നറിയാം. ഇവിടെ കുറേ നട്ട്സും സീഡ്സും ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇക്ക കിച്ചണിൽ കയറും ഒന്നും കഴിക്കുകയും എടുക്കുകയും ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബാക്കിയുള്ള സാധനത്തിനെ കൊണ്ട് ബയോട്ടിൻ ലഡു ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഇക്ക തിരിച്ച് വന്നാൽ കഴിച്ചോളുമല്ലോ. ഇത് കുറേ ദിവസം ഫ്രിഡ്ജിൽ നിൽക്കും. അപ്പോൾ ഇക്ക എന്തായാലും നാട്ടിൽ വന്നാൽ 2 ആഴ്ച മാത്രമേ നിൽക്കൂ. അപ്പോൾ പിന്നെ തിരിച്ച് വന്നാൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പിന്നെ കളയും ചെയ്യേണ്ട, ഇത് ഞാൻ ഇങ്ങനെ ലഡു എപ്പോഴും ആക്കി വെക്കലുണ്ട്. ഇപ്പോൾ മുടിക്ക് ഭയങ്കര നല്ലതാണ്, മുടിക്കും ബോണിനും എല്ലാത്തിനും ഭയങ്കര നല്ലതാണ്, സ്കിന്നിനും എല്ലാം. അപ്പം ഇല്ലേ ഞാൻ ആദ്യം ഈത്തപ്പഴം വെച്ച് ചെയ്യാമെന്നു വിചാരിച്ചേ. പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ വന്നേ, ഇക്കാൻ്റെ ഒരു അറബി ഫ്രണ്ട് ഇതുപോലെ ഡേറ്റ്സിൻ്റെ സിറപ്പില്ലേ അത്
ഇങ്ങനെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈത്തപ്പഴം അരക്കുന്നതിലും നല്ല ഈ ഡേറ്റ് സിറപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലേന്ന്. അങ്ങനെ അതൊഴിച്ചിട്ട് നല്ലോണം കുഴച്ച് ബോളാക്കി. ഡേറ്റ് സിറപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിട്ടാ ഇത് കഴിക്കാൻ. അല്ലെങ്കിൽ ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇപ്പം ഇത് മുന്നേ ബാക്കിയുള്ളതാണ്, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് നാട്ടിൽ പോയാൽ എന്തായാലും ഇക്ക ഉണ്ടാക്കുകയും കഴിക്കുകയൊന്നും ചെയ്യൂല. പിന്നെ നട്ട്സ് തന്നെ വെറുതെ എടുത്ത് കഴിക്കുകയൊന്നും ചെയ്യൂല. സീഡ്സ് പ്രത്യേകിച്ചിട്ട് കഴിക്കുകയില്ല. ഞാൻ സീഡ്സ് ഓട്സിലെല്ലാം ഇട്ട് കൊടുക്കുവേ. ഞാനില്ല പിന്നെ എന്തായാലും അതൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ അങ്ങനെ എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ സമയമില്ലേനു. എനിക്ക് ഇനിയും കുറേ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ തിരക്കിൽ അങ്ങനെ ആക്കി. ഇനി അത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. എന്നോട് കുറേ ആൾ പറയലുണ്ട് വാങ്ങിയ സാധനങ്ങൾ കാണിക്കുമ്പോൾ എല്ലാം ഇഷ്ടമാണ് കാണാനെന്ന്. അപ്പം ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് കുറച്ച് വെയിറ്റുള്ള സാധനം വാങ്ങിയ ഇതാ. ഈ ഒരു പാത്രം എൻ്റെ പുറക്ക് ഇല്ലാത്തൊരു പാത്രമാണ്, വലിയത്. അതുകൊണ്ട് ഇതെൻ്റെ പുറക്കേക്ക് വാങ്ങിയ. സാധാരണ നമ്മൾ കുക്ക് വെയർ സെറ്റ് വാങ്ങൂലേ, അങ്ങനെ വാങ്ങുന്ന സെറ്റിൻ്റെ ഏറ്റവും വലിയ പോട്ടിൻ്റെ സൈസ് 32 സെൻറ്റിമീറ്റർ ആയിരിക്കും. പക്ഷേ ഇത് 40 ആണ്. ഇത് 40 അല്ലേ ആയിരിക്കും, ഇത് 40 ആണെന്ന് തോന്നുന്നു. അപ്പോൾ 32 ആകുമ്പോൾ എൻ്റെ പുറക്ക് ഇപ്പോൾ കുറച്ച് ആൾ കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അമ്മായും മക്കളും എല്ലാം ഉണ്ടെങ്കിൽ ആ 32 ബിരിയാണി അല്ലെങ്കിൽ മന്തി എന്താക്കിയാലും എത്തൂല, 2 പാത്രത്തിൽ വെക്കേണ്ടി വരും. അന്നേരം ഉമ്മ പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ പാത്രം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയോടുള്ള സമയത്ത് ഉമ്മക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. കാര്യം ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് വാങ്ങി വെച്ച കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവരെടുത്തിട്ട് പോയി. എന്നിട്ട് എന്നോട് പറഞ്ഞ് നീ വരുമ്പോൾ പറ്റുമെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു പാത്രം കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആളെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പാത്രം എന്തായാലും മസ്റ്റാണ്. ഇപ്പോൾ കുറച്ച് ഒരു വലിയ ഫാമിലി ആയാലും, ഇപ്പോൾ മക്കളെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു പാത്രം നിർബന്ധമാണ്. എൻ്റെ വർക്കില്ലേനു. അപ്പോൾ നമ്മൾ 2 ചെമ്പിൽ വെക്കും. സാധനങ്ങളായിട്ട് കാണിച്ചു തരാം. നമ്മൾ പെരുന്നാളിൻ്റെ ഐറ്റംസ് മാറ്റി വെക്കണം. അങ്ങനെ എല്ലാം ഇനിയിപ്പോൾ ആകെ 2 ദിവസമേ ഉള്ളൂ നമ്മൾ പോകാനെന്ന് പറഞ്ഞാൽ പെരുന്നാളിന് പോകാനും നാട്ടിൽ പോകാനും 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇത് ഇന്നോന് വാങ്ങിയ ചെരുപ്പാണ്, പെരുന്നാളിന് ഇടാനുള്ള ഷൂ ആണ്. നല്ല രസമില്ലേ, ഗോൾഡൻ കളറായിട്ട്. നമ്മളെ ഡ്രസ്സിൽ ഗോൾഡൻ കളർ ബീഡുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിയത്. അടുത്തൊരു ഷൂ, ഇതും ഇന്നൂന് തന്നെ വാങ്ങിയതാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൂടുതലല്ല ഭയങ്കര കുറവാണ്. ഇവർക്ക് ഡ്രസ്സും ഷൂവും ഒന്നും നാട്ടിൽ നിന്ന് വാങ്ങലില്ലേനു. പക്ഷേ ഇനി എന്തായാലും നാട്ടിൽ പോയാൽ വാങ്ങേണ്ടി വരും. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചു 1-2 എക്സ്ട്രാ വാങ്ങിക്കൊണ്ടായാലും പിന്നെ കുറേ കാലത്തേക്ക് വാങ്ങണ്ടല്ലോ. ഫസ്റ്റ് ഇന്നൂന് വാങ്ങിയ എല്ലാ ഐറ്റംസും കാണിച്ചു തരാം. ഇത് ഇൻഷാല്ല ഇന്നൂൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ജൂൺ 15-നാണ് ഇന്നുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഡ്രസ്സാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ആളുടെ ഡ്രസ്സാണ്. വലിയ ആളുടെ ഡ്രസ്സിൻ്റെ മീഡിയം, ഇതിൻ്റെ സ്മോൾ എടുത്താൽ മതിയെന്നു അല്ലേ. പക്ഷേ ഇത് ഇന്നുവിന് കുറച്ച്, ഇത് വുമണാണ് കണ്ട, മാക്സ് വുമൺ ആ സെക്ഷനാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇത് കുറച്ചൊന്ന് സൈസാക്കണം. പക്ഷെ നല്ല രസമുണ്ട്. ലേഡീസിൻ്റെ ട്യൂണിക്കാണ് ഇത്, പക്ഷേ ഇന്നുവിനിത് ഡ്രസ്സായിട്ട് യൂസ് ആക്കാം. അപ്പോൾ ഇന്നുവിൻ്റെ ഇൻഷാല്ല ഇന്നുവിൻ്റെ ബർത്ത്ഡേക്ക് ഇത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ സെയിം ഇന്നുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ തേമൂന്നൊരു സാധനം ഓർഡർ ആക്കിന്, അത് കാണിച്ചു തരാം. ഇന്നു ഉമ്മാൻ്റെ തേമൂല, ഇതെനിക്ക് തേമൂന്ന് വന്ന പാഴ്സലാണ്. ഇതിൽ ഞാൻ ഇന്നുവിന് ഓർഡർ ചെയ്ത സാധനങ്ങൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് തേമൂൽ എപ്പോഴും ഒരു ആഡ് കാണലുണ്ട് ബർത്ത്ഡേൻ്റെ, ഇങ്ങനെ ബർത്ത്ഡേ നമ്പേഴ്സ് ഇല്ലേ, അപ്പോൾ അത് ഞാൻ തേമൂന്ന് ഓർഡർ ആക്കി 10. അപ്പോൾ 10 ആയതുകൊണ്ട് 10. ഇന്നും 1 ഡിജിറ്റ് മാറി 2 ഡിജിറ്റ് നമ്പറിലേക്ക് പോലാം. ഇന്നും 10 വയസ്സാവാൻ പോലാം. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ ആക്കിയത്. പിന്നെ ഇന്നുവിന് ഒരു ഡ്രസ്സും കൂടി തേമൂന്ന് ഓർഡർ ആക്കിന്. തേമൂന്നൊന്നും ഇല്ല, ഇന്നുവിനൊരു ടോപ്പ്, എനിക്കൊരു ടോപ്പ്, പിന്നെ ഇങ്ങനെ ബർത്ത്ഡേ ബലൂണ്, പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസ് ഓർഡർ ആക്കിന്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ചധികം ഡ്രസ്സ് എന്തിനാണ് വാങ്ങുന്നതെന്നറിയാം. ഞാൻ നാട്ടിൽ പോയാൽ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കലേ ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്വെറ്റ് ടീഷർട്ട്. അപ്പോൾ ഇത് കണ്ട, ഇങ്ങനെ സ്ലീവ്സിൽ ബോ പോലെ വരുന്ന നല്ല രസമില്ല കാണാൻ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ട്രെൻഡിൽ പോകുന്ന സ്വെറ്റ് ടീഷർട്ടാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ കണ്ടേരം അങ്ങനെ ഇന്നുവിന് വേണ്ടി ഓർഡർ ആക്കിയത്. സൈസ് കറക്റ്റ് ചെയ്യുന്നു. ഇന്നുവിനിപ്പോൾ 10 വയസ്സാവാൻ പോകുന്നെങ്കിലും ഇങ്ങനത്തെ ടീഷർട്ടെല്ലാം ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 1 സൈസ് എക്സ്ട്രാ ഞാൻ എടുക്കൽ. അപ്പോൾ ഇത് 11 വയസ്സിൻ്റെതാണ്. അല്ലെങ്കിൽ ഭയങ്കര കറക്റ്റ് ഫിറ്റായി പോവും, ഒരു ലൂസ് ഫിറ്റ് കിട്ടൂല. പിന്നെ കുറച്ചധികം ഹെയർ ആക്സസറീസ് ഉണ്ട്.
ഇതില്ലേ ഞാൻ മുന്നേയും തെമൂന്ന് ഈ സെയിം സംഭവം വാങ്ങിനേനെ ഗേൾസിൻ്റെ ഹെയറിലെല്ലാം വെച്ച് കൊടുക്കാൻ പറ്റുന്നതും പിന്നെ നമ്മളെ ഹിജാബിലും ഇത് സ്റ്റൈലാക്കാൻ പറ്റും. നല്ല രസമുള്ള ഗോൾഡൻ ഇങ്ങനെ റിങ് പോലെ വരുന്ന സാധനം. അപ്പം ഞാൻ ഹിജാബിൽ സ്റ്റൈൽ ചെയ്യാനും ഇന്നൂനും അലൂനും ഹെയറിൽ സ്റ്റൈൽ ചെയ്യാനാണ് ഞാനിത് വാങ്ങിയാൽ. ഇതിനെല്ലാം ഭയങ്കര ചെറിയ റേറ്റേ ഉള്ളൂ, 200 പൈസയാ 300 പൈസയാ അങ്ങനെ എങ്ങാനും ഉള്ളൂ. പിന്നെ നെയിൽസ് വാങ്ങിന്, ഫ്രഞ്ച് ടിപ്പുള്ള നെയിൽസ്. പിന്നെന്താ പിന്നെ ഇങ്ങനെ ഒരു ഹെയർ ക്ലിപ്പ്. ചില ഹെയർ ക്ലിപ്പെല്ലാം നമുക്ക് തെമൂന്ന് കിട്ടുന്ന റേറ്റ് തെമൂന്നാ കിട്ടും, ഭയങ്കര ലോ റേറ്റ് ആയിരിക്കും. നല്ല രസമില്ലേ? എന്താ പറയുക, ഹെയർ ബാൻഡാണ് ഇത്. നോക്കിയാൽ നമുക്ക് ഗോൾഡൻ ആക്സസറീസ് പെയർ ചെയ്യേണ്ട ഡ്രസ്സിനില്ലേ, അപ്പോൾ ഇത് നല്ല രസമായിരിക്കും. ഗോൾഡൻ കളറ് ആക്സസറീസ് പെയർ ചെയ്യേണ്ട ഡ്രസ്സിനിട്ടാൽ. അപ്പം ഞാൻ അത് വാങ്ങിയതാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ഞാൻ ഇവിടുത്തെ ഏത് മാർക്കറ്റിലും കാണലില്ല കേട്ടോ, അതാ ഞാൻ തെമൂന്ന് ഓർഡർ ആക്കിയത്. പിന്നെ ഇതും ഗോൾഡൻ കളർ ആയിട്ട് അങ്ങനെ വരുന്ന ഒരു മുടുക്കുത്തിൻ്റെ സെറ്റാണ്. റിങ് ചെയിൻ ഇല്ലേ, റിങ്ങും പ്ലസ് ബാങ്കിൾ വരുന്ന ചെയിന്, ഇത് ഇങ്ങനെ വരുന്നത്. എനിക്ക് ഓർഡർ ചെയ്ത ഒരു ടീഷർട്ട് കാണിച്ചു തരാം. ഇത് മറ്റേ ഇപ്പം ജേഴ്സി ടീഷർട്ട് പോലത്തെ ഒരു സംഭവമില്ലേ, വിത്ത് ഫുൾ സ്ലീവ് വരുന്നത്, നല്ല രസമില്ലേ? ഇന്നുവിൻ്റെ ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം. ഇന്നുവിന് വേറൊരു ടീഷർട്ട് വാങ്ങീന്, ഇത് എനിക്ക് തോന്നുന്നു ലൂലു ആണെന്ന് തോന്നുന്നത്. പിന്നെ ഇത് ഇന്നുവിൻ്റെ ഒരു വൈറ്റ് ബോട്ടം ജീൻ. ഇന്നുവിൻ്റെ ജീൻ ഇന്നു കുറേ കാലം ഇടും. പക്ഷെ ആലുവിൻ്റെ ജീന് ഒരു വർഷത്തിൽ കൂടുതൽ ഓൾക്കിടാൻ പറ്റൂല. ഒരു വർഷമല്ല, ഒരു 5-6 മാസം. കാര്യമില്ലേ, ഓള് വേഗം നീളം വെക്കും, വേഗം ജീനെല്ലാം ചെറുതായി പോവും. ഇന്നുവിൻ്റെ അങ്ങനത്തെ കുഴപ്പമില്ല, ഇന്നു കുറേ കാലം ഇടും. അങ്ങനെ ഇന്നുവിൻ്റെ കഴിഞ്ഞ് ഇനി ആലുവിൻ്റെ കാണിച്ചു തരാം. ഇത് ആലുവിന് സെൻറ്റർ പോയിൻ്റിൽ നിന്ന് വാങ്ങിയ ഒരു ഫ്രോക്കാണ്, നോർമൽ. ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പെല്ലാം തന്നെ ഇവർക്ക് രണ്ടാക്കും ചെറുതിലെല്ലാം അധികം ഇട്ട് കൊടുക്കൽ. പിന്നെ ഇത് ഓൾക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ലേനു. പക്ഷെ ഓൾക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ഇതൊന്ന് വാങ്ങണമെന്ന്. ഇതൊരു ടൈപ്പ്, ഇത് മറ്റേ കുളിക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സ് എങ്ങാനും പോലെ ഉണ്ട്. നോക്കിയാ, റോബ് അതിനങ്ങനെയാണ് പറയാ. പക്ഷെങ്കിൽ ഇത് റോബിൻ്റെ സെയിം മെറ്റീരിയൽ. പിന്നെ പക്ഷെങ്കിൽ കുഴപ്പമില്ല, രസമുണ്ട്. നാട്ടിൽ നിന്ന് ഇത് ഇടാൻ പറ്റുമോ എന്നറിയില്ല, കുറച്ച് ചൂടായിരിക്കും ഇത്. പിന്നെ അതിന് കുറച്ച് പൈസ ഉണ്ട്. പിന്നെ ഇതൊരു ടീഷർട്ട്, ഇത്. പിന്നെ ഇതാണ് ആലുവിന് വാങ്ങിയ ഷൂ. ഇതിലെല്ലാം കുറേ ഇപ്പം ഗേൾസിൻ്റെ ഈ ബോക്സർ ടൈപ്പ്, ഇത് ശരിക്കും ഗേൾസ് ബോക്സറാണ്. സോക്സ്, മോർ ബോക്സർ ടൈപ്പ് പാൻറ്റീസ്, അങ്ങനെ കുറേ ഉണ്ട്. പാൻറ്റീസെല്ലാം ഞാൻ കുറേ വാങ്ങിന്. പിന്നെ സോക്സ് ഇതെൻ്റെതാ, പിന്നെ ഇവർക്കെല്ലാം ഉള്ള സെപ്പറേറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഈ പാക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെന്നാ, പിന്നെ ഞാൻ ടവൽസ്, അങ്ങനെ കുറച്ച് ടവലും. ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ടവലേനു എനിക്ക് ലൂലൂന്ന് കിട്ടിയ ഈ ടൈപ്പ്. ഇത് ഭയങ്കര നല്ല മെറ്റീരിയലാണ്. നിങ്ങൾ ആരെങ്കിലും ലുലുവിൽ കാണാമെന്നെങ്കിൽ വാങ്ങിക്കോ, അടിപൊളിയാണ്. ആയിരിക്കൂലേ, നമ്മളെടുത്ത് ആദ്യം കുറച്ച് 2-3 ഇങ്ങനത്തെ ടവൽസ് ഉണ്ടേനു. എന്നിട്ട് ഇത് ഞാൻ എപ്പോഴും നോക്കും, പക്ഷെ എനിക്ക് കിട്ടലില്ലേനു. ഞാൻ കാണായിട്ടാണോ എന്നാന്നറിയില്ല. പക്ഷെ അങ്ങനെ കണ്ടേരം അത് ഒരു 3-4 ഞാൻ വാങ്ങീന്, ഇങ്ങനത്തെ ടൈപ്പ് ടവൽസ്. പക്ഷെ ഇതും കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ ഇതിന് റേറ്റ് കുറവ്. ഇതിന് എനിക്ക് തോന്നുന്നു 1 റിയാൽ സംതിങ്ങേ ഉള്ളൂ. ഇതിന് 2 റിയാൽ സംതിങ് ഉണ്ട്. അപ്പം നേരെ ഡബിൾ ഉണ്ട്, പക്ഷെ മറ്റേതാണ് നല്ല. പിന്നെ ഇത് ആലുവിന് ഒരു ജീൻ വാങ്ങിയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആലുവിന് ജീനെല്ലാം വാങ്ങാൻ പോയാലില്ലേ നീളമുള്ളത് വേണം, പക്ഷേ ഈ ഒരു ടൈറ്റ് ചെയ്യുന്ന സംഭവം ഇല്ലെങ്കിൽ വാങ്ങാൻ പറ്റൂല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇനി ഇത് വേഗം ചെറുതാവോക്ക്. ഓള് നീളം വെച്ചെടുത്തേക്കാ പോകുന്നത് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് നീളം വെക്കുന്നുണ്ട്. പക്ഷെ നല്ലതായിരിക്കും. എല്ലാവരും ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും നീളമുള്ള നല്ലതല്ലേ. സ്കൂളിലേക്ക് വാങ്ങിയിട്ടുള്ള സാധനം കാണിച്ചു തരാം. രണ്ടാൾക്കും സെയിം. ഇവർക്ക് ഈ പെൻസിൽ ബോക്സാണ് ഇഷ്ടമായ. പണ്ടേ എൻ്റെ ചെറുതിലേ ഉണ്ട് ഈ സാധനം. എനിക്കെന്നാ ഇത് ഇഷ്ടമായേ? ഓക്കെ,
പിന്നെ രണ്ടാൾക്കും ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് കാണിച്ചിട്ടില്ലേ, രണ്ടാളും സെയിം ഇതെല്ലാം കളയട്ടെ എടുത്തു. ഇതിൻ്റെ ഒന്ന് ടിഫിൻ ബോക്സും സെയിം കളർ ചേഞ്ചാണ് വാങ്ങിയത്. പിന്നെ വാട്ടർ ബോട്ടിലും ഓൾമോസ്റ്റ് സെയിം, അതും കളർ ചേഞ്ചാണ് വാങ്ങിയത്. വേറൊരു ടൈപ്പ് പൗച്ച്. പിന്നെ ഇത് കുറച്ച് ഷാർപ്നർ വേണ്ട, ഇത് ഇറേസർ. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇടാനുള്ള ബാൻഡ്സ്. അയ്യോ, പിന്നെ ഇതും സ്കൂളിൽ പോകുമ്പോൾ എല്ലാം ഇടാൻ പറ്റിയ ടൈപ്പ് ന്യൂഡ് കളേഴ്സ്. ഇതും ഞാൻ സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിയത് തന്നെയാണ്. കളറിലുള്ള ഹെയർ ബാൻഡ്സ്. വെറ്റ് വൈപ്സ് വാങ്ങിയത്, ഇതെല്ലാം ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകലുണ്ട്. ഇത് ബേബി വെറ്റ് വൈപ്സ് ആണ്. പക്ഷേ ഞാനിതിങ്ങനെ ബാഗിൽ എപ്പോഴെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന. എനിക്ക് ബേബീസൊന്നും ഇപ്പം ഇല്ല, എന്നാലും വെറുതെ വാങ്ങും. പിന്നെ ഇത് ഐലൈനേഴ്സ്. ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതിവർ ബബിൾ റാപ്പെല്ലാം ചെയ്ത് വെച്ചിന്. ഇത് തുറക്കണോ? പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടണേ. ഹാൻഡ് വാഷ് ബോട്ടിൽ. മെയ്ഡ് ഓഫ് പോളി റെസിൻ. ഇത് റെസിൻ കോട്ടഡ് അല്ല, ഇത് റെസിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇത് അതിന് കുറച്ച് റേറ്റ് ഉണ്ട്. പക്ഷേ ഇതിന് റേറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് വാങ്ങണം, നാട്ടിൽ നിന്ന് വാങ്ങിയാലോ എന്ന്. പക്ഷെ നാട്ടിലും സെയിം റേറ്റ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതും പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ അവിടെ നിന്ന് കണ്ടാലും വിചാരിച്ച് വാങ്ങണ്ടേ. രണ്ടിനും കൂടി അത്യാവശ്യം നല്ല റേറ്റ് ആകുന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് റേറ്റ് ആണ്. എന്നിട്ട് ഇത് വാങ്ങിയെടുന്ന റെഡ് ടാഗ് എന്നാണ് വാങ്ങിയ. എന്നിട്ട് ഞാൻ വിചാരിച്ച് നമ്മൾ ധനൂബ് ഹോമിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ഇങ്ങനെ എല്ലായിടത്തേക്കുള്ള വാങ്ങാൻ പറ്റില്ല, കാര്യം നമുക്ക് നമ്മളെ റൂമിൻ്റെ ഒന്നും കളർ തീമൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം എല്ലാത്തിനും ചേരുന്ന കളറില്ല, ഇത് ബേജ്. അങ്ങനെ ഇത് വാങ്ങി. ഇതിൻ്റെ റേറ്റ് കുറഞ്ഞതും ഉണ്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാം കളറ് ഫെയ്ഡാവുമെന്ന് പറഞ്ഞു എൻ്റെ അമ്മായിമാർ പറഞ്ഞ്. ഇതെല്ലാം വാങ്ങുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള വാങ്ങിയിട്ടില്ലെങ്കിൽ ഗോൾഡൻ കളറിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് കളറെല്ലാം പോയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ട്. ഇത് ഇക്കാൻ്റെ ഡ്രസ്സാണ്. എനിക്ക് വാങ്ങിയ ഡ്രസ്സ് കാണിച്ചു തരാം. എനിക്ക് ഒരു ഡ്രസ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തോണ്ട് വേണ്ട എന്ന് വെച്ചാൽ എനിക്ക് പിന്നെ നാട്ടിൽ നിന്നാലും ഞാൻ ഡ്രസ്സ് ഇപ്പോൾ വാങ്ങലുണ്ട്, പണ്ടൊന്നും വാങ്ങലില്ല. ഇപ്പോൾ വാങ്ങുന്നില്ല. എനിക്ക് എന്തായാലും ഓരോ പേജെല്ലാം സെൻഡ് ചെയ്യും, പിന്നെ എന്തിനാ വെറുതെ. ഇതാണ് എനിക്ക് വാങ്ങിയ ഡ്രസ്സ്. ഒരു ലോങ് ഡ്രസ്സാണ്. ഇതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. പക്ഷെ നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് വാങ്ങിയ ഡ്രസ്സ്. പിന്നെ എനിക്ക് വാങ്ങിയൊരു ഷൂ ഉണ്ട്. അയ്യോ, ബാങ്ക് കൊടുക്കുന്ന ഇനി ഒന്നും പറയൂല കേട്ടോ, അമ്മ വോയിസ് ഓവർ കൊടുത്തോളൂ. ഓക്കെ, ഇനി ഇത് ഫോറെവർ 18 എന്ന് പറഞ്ഞൊരു ഷോപ്പ്. ഇതിൽ എനിക്ക് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കിട്ടിയിട്ടാണ്. പക്ഷേ ഇത് സെഫോറിൻ്റെ പാക്കിങ് പോലെ ഇല്ല കാണാൻ. അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഞാൻ സെയിലിഷിൻ്റെ ഒന്നുമല്ല, സെഫോറ. സെയിലിഷ് ഈസ് പ്രൊമോട്ടിങ് സെഫോറ. പിന്നെ ഇല്ലേ, ഇത് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ ഇന്ന് കുറച്ച് അടുത്തോട്ട് വാ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. 24 hour ലിപ് ഗ്ലാസ് KLJ23. ഇതിൻ്റെ 24, 25 എല്ലാം നല്ല തന്നെയാണ്. പക്ഷേ ഇതില്ലേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല. ഇതൊരു ലിപ് ഗ്ലാസ് ആണ്, പക്ഷേങ്കിൽ നല്ല കളറാണ്. ഓക്കെ, ഈ ഷെയ്ഡ് നോക്കിയേ, നല്ല രസമില്ലേ ഈ ഒരു ഷെയ്ഡ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ ഫോറെവർ 18 സൊഹാറിലെ സെൻറ്റർ പോയിൻ്റ് ഇല്ലേ, അവിടെ ഉള്ളൊരു സ്റ്റോറാണ്. അടിപൊളി ഷെയ്ഡാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ്. പിന്നെ ഇതിൽ കുറേ പജാമാസ് ഉണ്ട്. പിന്നെ എൻ്റെ പജാമ ഉണ്ട്, ഇവർ രണ്ടാളെയും. പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അത് ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇതെല്ലാം എനിക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഇന്ന് രാത്രി പാക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് കാണിക്കാം കേട്ടോ.
പിന്നെ ഇല്ലേ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത്. ഇത് ഇന്നല്ല, അവളൊരു 10 ദിവസം മുന്നേ, ഒരു 2 ആഴ്ച മുന്നേ ഇത് ഷൂട്ട് ചെയ്തേ. നമ്മൾ റൂമിൻ്റെ നേരെ താഴെയുള്ള തട്ടുകട മീൻസ് ഒരു ചെറിയ മലയാളി ഹോട്ടലേ, അവിടുന്ന് ചായയെല്ലാം കുടിച്ച്. എപ്പോഴും ഇങ്ങനെ കുറേ മെറ്റീരിയൽ ഷോപ്പ് കാണലുണ്ട്, കുറേ. അപ്പോൾ ഇങ്ങനെ ഡോളിൻ്റെ മേലയിലിട്ടിട്ട് വെച്ചിട്ട് കാണുമ്പോൾ നല്ല നല്ല മെറ്റീരിയൽസ് കാണലുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇത് ശരിക്കും ബുറൈമിയിലെ സിറ്റി സെൻറ്ററാണ്. ഇത് ലേഡീസ് മാർക്കറ്റാണ്. ഇവിടെ ഇങ്ങനെ റെഡിമെയ്ഡ് കിട്ടും, പിന്നെ മെറ്റീരിയൽ കിട്ടും. അത് മാത്രമല്ല കുറേ മെറ്റീരിയൽ ഇവിടെ മാത്രമല്ല വേറെയും കുറേ മെറ്റീരിയലിൻ്റെ ഷോപ്പ് കാണലുണ്ട്. അറബികൾ അവരെ ടൈപ്പ് ഓഫ് ഡ്രസ്സില്ലേ, അബായൻ്റെ ഉള്ളിലും എല്ലാം വേറെ ഇന്ന് ഡെയിലി വെയർ ആയിട്ടുള്ള യൂസ് ആക്കുന്ന. പക്ഷെ അവർ ഇങ്ങനത്തെ മെറ്റീരിയൽ വാങ്ങി അതിൻ്റെ മേലെ കുറേ സ്റ്റോൺ വർക്കെല്ലാം ചെയ്യുവേ. പിന്നെ അങ്ങനത്തെ അതിനെല്ലാം യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇത്. ഭയങ്കര രസമുള്ള പണ്ടത്തെ നമ്മളെ നാട്ടിലെ സഫാരി ഇല്ലേ, സഫാരി പണ്ടത്തെ പെണ്ണുങ്ങന്മാരെല്ലാം യൂസ് ആക്കുന്നത്. അപ്പോൾ അതെല്ലാം പോലത്തെ മെറ്റീരിയലും ഉണ്ട്. പിന്നെ കുറേ ഫ്ലോറലെല്ലാം ഉള്ള ഉണ്ട്. പക്ഷെങ്കിൽ പുറമേ നിന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മൾ വാങ്ങാൻ വേണ്ടി പോയേരം അതൊന്ന് തീരുമാനിക്കാൻ കുറച്ച് പാടുപെട്ടുണ്ട്. കാര്യം ഞാൻ അധികം സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്ന ആളേ അല്ല, ഭയങ്കര കുറവാണ്. ഞാൻ ഇവിടുന്ന് ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 പ്രാവശ്യം എങ്ങാനുമേ ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവേ. പിന്നെ അതുകൊണ്ട് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നതിന് മുന്നേ ഞാൻ പിൻട്രസ്റ്റിലൊന്ന് നോക്കിയിട്ട് എങ്ങനത്തെ ആണ് വേണ്ടത്. പിന്നെ 3 പീസല്ലേ ഉണ്ടാവുക, ഷോള്, ബോട്ടം, പിന്നെ ടോപ്പ്. അങ്ങനെ അതിനുള്ള ഇങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്നെല്ലാം ഒന്ന് തീരുമാനിച്ചിരുന്നു. ഞാൻ ഷോളും ടോപ്പും സെയിം മെറ്റീരിയലും പാൻറ്റ് പ്ലെയിനും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പലാസോ പാൻറ്റ്, പലാസോ മീൻസ് നല്ല ഫ്ലെയർ ആയിട്ടുള്ള പാൻറ്റും പിന്നെ ടോപ്പും ഷാളും സെയിം. അപ്പോൾ ടോപ്പിനും ഷാളിനും പറ്റുന്ന മെറ്റീരിയൽ വേണം. ടോപ്പും ഷാളും സെയിം ആയതുകൊണ്ട് അതിന് രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലും വേണം. അങ്ങനെ ഞാൻ നോക്കിയറിയില്ലേ, ഇവിടെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, സെയിം പ്രിൻറ്റിൽ പക്ഷേ 2 ടൈപ്പ് മെറ്റീരിയലിൽ. മേലെ ഒന്ന് ഇതിൽ വരും, ഷിഫോണിൽ വരും. അതിൻ്റെ കുറച്ച് കട്ടിയുള്ള ടൈപ്പും ഉണ്ട്. പക്ഷേ സെയിം പ്രിൻറ്റ് 2 മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് ഒന്ന് ടോപ്പിനും ഒന്ന് ഷാളിനും യൂസ് ആക്കാം. അപ്പോൾ അത് കണ്ടേരം തന്നെ എനിക്ക് സമാധാനമായി. ഞാൻ വിചാരിച്ച പോലെ കിട്ടുമല്ലോ എന്ന്. ഞാൻ ആദ്യം സെലക്ട് ചെയ്യാൻ വിചാരിച്ചതാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു ഗ്രീനേനുവേ. പിന്നെ ഇതിനെക്കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ച കുറച്ചും കൂടി ലൈറ്റ് സെലക്ട് ചെയ്യാമെന്ന്. ലൈറ്റ് ആകുമ്പോൾ എന്തായാലും ബോറാവില്ലല്ലോ, ഓവറാവില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതേപോലത്തെ പാറ്റേണാണ് എനിക്ക് വേണ്ടത്, ഫുൾ ഫ്ലോറൽ ആയിട്ടുള്ള, പക്ഷെ കുറച്ചും കൂടി ലൈറ്റ്. അങ്ങനെ നോക്കി ഞാൻ ഈ വന്ന ഷോപ്പിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിന്. വലിയ ഒരു ഷോപ്പിലേക്ക് തന്നെ ഞാൻ വന്നേന്. പിന്നെ ഇവിടുത്തെ മെറ്റീരിയലിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റും ആവുന്നുണ്ട്, കുഴപ്പമില്ലാത്ത നല്ല ഹെവി റേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇല്ലേ എനിക്ക് ഈ ഒരു ബ്ലൂ ഇഷ്ടമായേ. പിന്നെ പക്ഷെങ്കിൽ അതും ഉറപ്പിക്കാനായിട്ടില്ല, മൊത്തത്തിൽ കൺഫ്യൂഷനേനു. അങ്കും ഇന്നൂനും ആലൂനും ഒരേപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു തന്നെയാണ്. ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാ ഇപ്പോൾ കട്ട് ചെയ്യുന്ന ഗ്രീനില്ലേ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് കണ്ടായിരുന്നു തന്നെ പിന്നെ എനിക്ക് ഇഷ്ടമായി, അത് ഓക്കെ ആയി. അതിലാകുമ്പോൾ ലൈറ്റ് പിങ്കും, പീച്ച് ഓർ പിങ്ക് ആ ഒരു ഷെയ്ഡും വരുന്നുണ്ട്, ഗ്രീനും ലൈറ്റ് ഗ്രീനായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമുക്ക് മൂന്നാക്കും വേണ്ടി നമ്മൾ അതിന് മുന്നേ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ബംഗാളി ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോടെല്ലാം ചോദിച്ചിട്ട് എത്ര മീറ്റർ വേണമെന്നെല്ലാം ചോദിച്ചിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമുക്ക് വേണ്ടുന്ന മീറ്ററെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ഉറപ്പായി. വേറെ കുറേ ഷോപ്പിൽ നമ്മളങ്ങനെ കയറി നടന്നിട്ടൊന്നുമില്ല. നമുക്ക് പോയ ഷോപ്പിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിണേനു. പിന്നെ അതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഇതൊന്നും എടുക്കാൻ പറ്റൂല. കാര്യം എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ഇക്കാക്കാണെങ്കിൽ കുറച്ച് തിരക്കുള്ള സമയനു, അതുകൊണ്ട് പിന്നെ വേറെ കുറേ ഷോപ്പിലൊന്നും കയറി ഇറങ്ങാനൊന്നും നിന്നിട്ടില്ല. പോയൊരു ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ടാ. പിന്നെ ഇതാണ് ഞാൻ പാൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്തത്. ആദ്യം മറ്റേത് നോക്കി, പിന്നെ അത് സെറ്റാവാത്ത പോലെ, എന്നിട്ട് ഞാൻ രണ്ടാമത് കാണിച്ചതാണ് എടുത്തത്. പിന്നീട് കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു, ആനിമൽ പ്രിൻറ്റ് മെറ്റീരിയലെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമാണ് കാണാൻ. പക്ഷെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ ഐഡിയ ഉള്ളവർക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ, വെറൈറ്റി എന്താ പറയുക ഔട്ട്ഫിറ്റ്സ് സ്റ്റിച്ച് ചെയ്തിട്ടൂടെ, രസമാണ്. പക്ഷെ ഇനി സമയം വേണം, കുറച്ച് ഐഡിയയും വേണം, അതാണ് മെയിൻ. നമുക്ക് ഐഡിയാസ് തപ്പി എടുക്കാനുള്ള ടൈം വേണം. എനിക്ക് ഇല്ലാത്തതാ. നമുക്കിങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ കുറേ സ്പെൻഡ് ചെയ്യാൻ ടൈം വേണ്ടേ, എനിക്കതില്ല. എനിക്കിങ്ങനെ കുറേ ഇരുന്ന് സെർച്ച് ചെയ്യാനുള്ള ടൈമില്ല. അങ്ങനെ ഞാൻ അതിലേക്ക് വേണ്ടുന്ന ലേസും എല്ലാം സെലക്ട് ചെയ്തിട്ട് അടുപ്പിക്കാൻ കൊടുത്ത്
അപ്പം അങ്ങനെയാണ് ഞാൻ പെരുന്നാൾ ഡ്രസ്സ് കൊടുത്തത്. പിന്നെ ഇത് ഇന്ന് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്ന അന്ന് നമ്മൾ സെയിം സിറ്റി സെൻറ്ററിലേക്ക് തന്നെ പോയതാണ്. ഇവിടെ നമുക്ക് പെർഫ്യൂംസ് വേണം. ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ്. ഇക്കാൻ്റെ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കുള്ള പെർഫ്യൂംസ് വേണം, ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ അഹമ്മദ് അൽ മരീവില വന്ന് മെയിൻ മെർജ് തന്നെയാണ് ആദ്യം കുറച്ച് മർജിൽ തന്നെയാണ് ആദ്യം സെലക്ട് ചെയ്തത് 2-3 എണ്ണം. പിന്നെ എന്നിട്ട് നമ്മൾ വേറൊരു സ്മെല്ലും കൂടി നോക്കി. മർജാകുമ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും എന്നങ്ങനെ പറഞ്ഞിട്ട് അതെടുത്ത് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് അത് വാങ്ങി. പിന്നെ കുറച്ച് ഫ്രാഗ്രൻസ് എല്ലാം നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കി. പിന്നെ ബോഡി ലോഷൻ വാങ്ങിന് ഞങ്ങൾക്ക് മർജിൻ്റെ തന്നെ ബോഡി ലോഷൻ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിന്. പിന്നെ സോളിഡ് പെർഫ്യൂം യൂസ് ആക്കുന്ന പെർഫ്യൂമിൻ്റെ ഒക്കെ തന്നെ സോളിഡ് പെർഫ്യൂമും യൂസ് ആക്കിയാലും നല്ലതല്ലേ, കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യൂട്ടാ. അങ്ങനെ ഞാൻ ബോഡി ലോഷൻ്റെ സ്മെല്ലെല്ലാം ചെയ്ത് നോക്കി വാങ്ങി. ഫസ്റ്റ് നമുക്ക് സ്മെല്ലെല്ലാം കിട്ടും, പിന്നെ അതിൻ്റെ മൊത്തത്തിൽ പോവും, മൊത്തം മിക്സായിട്ട് കൺഫ്യൂഷനായിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി വാങ്ങാനുണ്ട്. എന്താ പറയുക, ഇക്കാൻ്റെ വീട്ടിലേക്കൊരു ഫ്രൈ പാൻ, 1-2 ഫ്രൈ പാനും കൂടി നോക്കി വാങ്ങാനുണ്ട് കേട്ടോ. അതും കൂടി ലാസ്റ്റ് ഒരു പണിയുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിന്. അങ്ങനെ പെർഫ്യൂമും കൂടി വാങ്ങി വന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പെർഫ്യൂമെല്ലാം വാങ്ങാൻ പോകുന്നതിന് മുന്നേ കുറേ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് വെച്ചിന്. പിന്നെ മൊത്തത്തിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റില്ല, ഷൂട്ട് ചെയ്താൽ പാക്കിങ്ങൊന്നും നടക്കില്ല. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ആകെ ഇത്രയും ഐറ്റംസ് മാത്രം പാത്രങ്ങളായിട്ട്. ഈ ഒരു അറബിക് സ്റ്റൈലുള്ള കുക്കറില്ലേ അതെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗോൾഡൻ കുറച്ച് പാത്രങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഫ്രൈ പാന് മാത്രം, ആ ഒരു സ്ക്വയറിലുള്ള. അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ എൻ്റെ കിച്ചണിൽ നിന്ന് കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കിയൊന്നും ഞാൻ കിച്ചണിൽ നിന്ന് എടുക്കുന്നില്ല കേട്ടോ. ഇതെന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല, ഞാനിങ്ങനെ എടുത്ത് വെച്ചതാണ്. എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് എടുത്ത് വെച്ചത്. ആ കുക്കറിൽ നല്ല വെയിറ്റ് ഉണ്ട്. വേറെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്ക് എന്തെല്ലാം എടുക്കണമെന്നുണ്ടേനു, പക്ഷെ പറ്റൂല എന്തായാലും. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള പാക്കിങ് കാണിച്ചു തരാം. ഇത് ബെഡ്ഷീറ്റ് വാങ്ങിയത്. ഇതെല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റിനെല്ലാം വാങ്ങുന്ന സമയത്ത്. പക്ഷേങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ കുറേയൊന്നും വാങ്ങിയിട്ടില്ല. ബാക്കി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചേ. ഇപ്പം നാട്ടിൽ പണ്ടത്തെ പോലെയൊന്നല്ലല്ലോ, ഇതിനേക്കാളും കളക്ഷൻസ് നാട്ടിലാണ്, നമുക്ക് ഇവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് നമ്മളെ റൈസ് ഡിസ്പെൻസർ ഇല്ലേ, അതാണ്. ഞാനൊരു 10 കിലോൻ്റെയും 5 കിലോൻ്റെയും 5 കിലോൻ്റെ ഞാൻ ആദ്യമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു, തെമൂന്ന വാങ്ങിയത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ 10 കിലോൻ്റെയും കൂടി ഓർഡർ ചെയ്തതേനു. നല്ല രസമില്ലേ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് കാണാൻ. പിന്നെ കുറച്ച് എന്താ പറയുക, ചവിട്ടിയില്ലേ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങി. ഇതെല്ലാം നോർമലാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയൊന്നുമല്ല, നോർമലായിട്ടുള്ളതാണ് വാങ്ങിയത്. നമുക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ വേറെ എന്താ, ഞാൻ ട്രോളിയിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തിട്ട് വെച്ചിന്. എൻ്റെ ഡ്രസ്സ് എടുക്കുന്നതെല്ലാം ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടേനു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടോക്കിയാൽ മതി. എൻ്റെ ഡ്രസ്സ് പാക്കിംഗ് എല്ലാം ഞാൻ അതിൽ കാണിച്ചിനേനു. പിന്നെ നമ്മൾ ഡെക്കോർ ഐറ്റംസ് അതെല്ലാം പാക്ക് ചെയ്യല. പിന്നെ ഇപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് എൻ്റെ ചെയ്യല. പിന്നെ ബാക്കിയുള്ള കംപ്ലീറ്റ് മൊത്തത്തിലുള്ള പാക്കിങ്ങും നാട്ടിൽ പോകുന്ന വ്ളോഗുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗായിട്ട് വരാം, വേഗം തന്നെ വരാം. ഒരു ദിവസത്തെ ഗ്യാപ്പിലെങ്ങാനും വരാം. അപ്പോൾ പെരുന്നാളും നാട്ടിൽ പോക്കും എല്ലാം ഒരുമിച്ചേനും ഇൻഷാ അല്ലാ. ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. പിന്നെ ബാക്കി എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം പറയാനുണ്ട്, അതും നെക്സ്റ്റ് വ്ളോഗിൽ പറയാം. ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് എല്ലാം അതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ. ബൈ ബൈ.